അന്ത്യശ്വാസം വലിക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ ചിഹ്നത്തെ സ്വന്തം ശരീരത്തിലോട്ട് ആവാഹിച്ചെടുക്കാൻ ധൈര്യം കാണിച്ച ആ മരപ്പട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം. വരട്ടെ, പാഴ്സലാം. എന്താടാ എന്തരേ നോക്കണത്? ഭാഗ്യം പറഞ്ഞ മനുഷ്യൻ തന്നെ മാമ. എന്താടാ എന്തരേ മാമ, നിങ്ങള് ഭാഗ്യം പറഞ്ഞ മനുഷ്യനാണെന്ന്. എനിക്കെന്താടാ ലാറ്ററി ആയിട്ട് അടിച്ചാ? ഈ ലാട്ടറിക്ക് ആർക്ക് വേണം? പിന്നെന്തരേ എനിക്ക് എന്തൊരു ഭാഗ്യം വന്നത്? എന്റെ മാമ, നിങ്ങൾക്ക് നിക്കണ നിപ്പിന് നിങ്ങളെ മൂത്ത മോ വിജയന്റെ കൂടെ അമേരിക്കയിൽ പോയി താമസിക്കാം. പോവാം. രണ്ടാമത്തെ മോ ജയന്റെ കൂടെ പോയി ലണ്ടനിൽ താമസിക്കാം. എന്തരേ എന്റെ ചേച്ചിയുടെ പോയി ഇറ്റലിയിൽ താമസിക്കാം. എന്റെ സ്വന്തമായിട്ട് ഇവിടെ വീടും സ്ഥലമുള്ള ഞാൻ എന്തൊരു നൊട്ടിക്കടാ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോണേ. മാമ, നിങ്ങൾ ഈ ഇന്ത്യ വിട്ട് വേറെ രാജ്യത്ത് പോയി അവിടുത്തെ രാജ്യക്കാരെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, മാമ നിങ്ങൾ ഏത് രാജ്യക്കാരെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിരുന്ന് പറയും? അന്തസ്സായിട്ടും അഭിമാനത്തോടും ഞാൻ പറയൂടാ, ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. ഇന്ത്യക്കാരനാണെന്ന് പറയും. എന്താടാ എന്താ അതിന് ഇന്ത്യ എവിടെ ഇരിക്കണോ മാമ? എടാ ചെറുക്കാൻ, നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലല്ലേ നിൽക്കുന്നത്. അതിന് ഇന്ത്യ എവിടെ? ഈ ചെറുക്ക എന്തൊരു ഫോട്ടോ തരം പറയുന്നേ? എന്റെ മാമ, ഇന്ന് രാത്രിത്തോടെ തീരൂലേ? എന്തൊരു തീരുവന്ന്? നാളെ വോട്ടെണ്ണ അല്ലേ? അതുകൊണ്ട് ഇന്ന് ഇന്ത്യ വേറെ രാജ്യത്തോട്ട് പോവോ? എന്റെ മാമ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. അപ്പൊ ഇടത് കാണൂലടാ. ഇടത് കാണൂല മാമ. നീയല്ലേ കാണൂല എന്ന് പറഞ്ഞത്? കണ്ടാ മതിയല്ലോ, നമ്മളെ പാർട്ടിക്കാരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അയ്യോ, അപ്പൊ നിങ്ങളെ പാർട്ടിക്കാരൊക്കെ ഇനി എന്തിനാടാ മാമ? നമ്മൾ ഈ രാജ്യം വിട്ട് പോവേണ്ടി വരുമോ മാമ? മിക്കവാറും പോവേണ്ടി വരുമെന്ന് തന്നെ എനിക്ക് തോന്നണത്. എന്താടാ, ഇന്ത്യ കൈവിട്ട് പോണതിന്റെ ദുഃഖം തന്നെ. അതൊരു വിഷമം തന്നെ മാമ. അത് മാത്രമല്ല, വേറെന്തരോ വിഷമം നിന്റെ മുഖത്ത് കിടക്കണേ. ഇനി നമ്മളെ ചിഹ്നവും കൂടെ കൈവിട്ട് പോകുന്നൊരു പേടി മാമ. അതിന് പേടിയൊന്നും വേണ്ടടാ. ചിഹ്നം കൈവിട്ട് പോകും. ഇനി ചിഹ്നോ നോട്ടിയൊന്നും കാണൂല. അപ്പൊ നമ്മൾ എന്തിനു മാമ? ഇനി നോക്കിയും കണ്ടും ഒക്കെ ജീവിക്കേണ്ടി വരും. ഇങ്ങനെ ഈ പോലീസ് ചിഹ്നം അന്വേഷിച്ച് തലങ്ങും വിലങ്ങും പായും. നീ മാമന്റെ അടുത്തോട്ട് വാ. മറിക്കും തിരിക്കും പോലീസ് ചോദിക്കും, എന്തായിരുന്നു ചിഹ്നം എവിടെ പോയെന്ന് ചോദിക്കും. പോയിങ്ങോട്ട് എന്തേ അത് ചോദിക്കാൻ നമുക്ക് നിസ്സാരമല്ലേ പറയാൻ? എന്റെ എവിടെ പോയെന്ന് പറയും. മാമ, ചിഹ്ന ധ്യാനത്തിന് പോയെന്ന് പറഞ്ഞാ പോരാമ? എവിടെ പോയെന്ന് പറയും? ഈ ചിഹ്ന ധ്യാനത്തിന് പോയെന്ന് പറയും. നോട്ട് എന്ത്? നിനക്കൊക്കെ ദൈവവിശ്വാസം ഇല്ല, പിന്നെ എങ്ങനെയാടാ ചിഹ്നം ധ്യാനത്തിന് പോണത്? ഇത് നമ്മൾ എന്ത് ചെയ്യും മാമ? ഒന്നുകൂടെ അടുത്ത് വാ. ചിഹ്നം മരപ്പെട്ടി എടുത്ത് ഓടുന്നതായിട്ട് കണ്ടെന്ന് പറയണം. മരപ്പെട്ടി ചിഹ്നം എടുത്തോണ്ട് വയ്യെന്ന് പറയണം. മാമ, നല്ലൊരു ഐഡിയ അല്ലേ മാമ ഇത്? മാമ, എന്താടാ? നമ്മളിനി ഇവിടെ ജീവിക്കില്ല, നമ്മൾ പോണം. അയ്യോ, എവിടെ പോണ്ട? ഇന്ത്യ ഇടതുമില്ലാതെ എങ്ങനെയാമോ നമ്മളിവിടെ ജീവിക്കും? അയ്യോ, നിങ്ങൾ ഒരിടത്ത് പോകാനൊന്നും വേണ്ടടാ. പിന്നെ എന്തിനാ മാമ ചെയ്യാൻ? മാമന് തോന്നണ ഒരു ബുദ്ധി ഉണ്ട്. എന്തിനാ മാമ? കേരളത്തിൽ ഇപ്പൊ 14 ജില്ലയല്ലേ ഉള്ളൂ. ഒരു ജില്ല കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. അതെങ്ങനെയാമോ? ഇന്ത്യയെ മൊത്തം എടുത്ത് കേരളത്തിലെ ഒരു ജില്ലയാക്കി മാറ്റണം. മാറ്റിയാലോ? എടാ, കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ നിങ്ങൾ സഖാക്കളുള്ളൂ. അതുകൊണ്ട് അതേ ഉള്ളൂ മാമൻ നോക്കിയിട്ട് ഒരു മാർഗം തന്നെ.